വെമ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഭക്തജന തിരക്കേറി. ഏപ്രിൽ 3 മുതൽ 12 വരെ നടക്കുന്ന നവാഹയജ്ഞത്തിൻ്റെ മുഖ്യ യജ്ഞാചാര്യൻ കണ്ഠമംഗലം പരമേശ്വരൻ നമ്പൂതിരിയാണ്. പാലോനം മുരളി നമ്പൂതിരി, പാറക്കോട് കൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് സഹയജ്ഞാചാര്യന്മാർ. ചെവികൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളുണ്ടെന്നും ചെവികൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ കേൾക്കാൻ പാടില്ലാത്തവർക്ക് കേൾക്കുന്നതാണ് ചെവികൊണ്ട് ചെയ്യുന്ന ദോഷം എന്ന് പറയുന്നത്, അഥവാ പാപത്തുമാണ്. അപ്പൊ അങ്ങനെ നമ്മളൊക്കെ ചെവി കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ പാടില്ലാത്ത അമംഗളകരമായി കേട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ദേവീ ഭാഗവതം കേൾക്കണം എന്ന് പറയുന്നത്. വേദവ്യാസ മഹർഷിയാണ് ഈ ദേവീ ഭാഗവതം കേൾപ്പിച്ചത്. അദ്ദേഹം സംസ്കൃത ഭാഷയിലാണ് ഈ ദേവീ ഭാഗവതം കേൾപ്പിച്ചത്. അപ്പൊ ദേവിക്ക് വളരെ പ്രിയപ്പെട്ട അനേകം വ്രതങ്ങളെ പറ്റി നമുക്ക് പറയുന്നു. അതുകൊണ്ടാണ് നവരാത്ര വ്രതം പോലെയുള്ള വ്രതങ്ങളൊക്കെ നമ്മൾ ആചരിക്കണം എന്ന് പറയാനുള്ള കാരണം വേദവ്യാസ മഹർഷി നമുക്ക് അരുളി ചെയ്യുന്ന വാക്കുകളാണ്. വേദവ്യാസ മഹർഷി എത്രയോ കാലം തപസ് ചെയ്തു ഈ അംബികയെ. ആ അംബികയെ തപസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പുരാണങ്ങളൊക്കെ എഴുതാൻ സാധിച്ചു. മഹാഭാരതം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇതിഹാസം എഴുതിക്കാൻ കഴിഞ്ഞു. ലോകത്തിൽ നമുക്കറിയാം ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങൾ കിട്ടാൻ. ആ കിട്ടാനുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം കൊണ്ടും ഗംഭീരമായ ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം. ഭഗവാൻ വേദവ്യാസനാൽ വിരചിതമായ അഷ്ടാദശ പുരാണങ്ങളിൽ പ്രമുഖമാണ് ശ്രീമദ് ദേവി ഭാഗവതം. ക്ഷേത്ര മേൽശാന്തി ശ്രീമണി നമ്പൂതിരി, ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ പി ജിതേന്ദ്രകുമാർ, പി ഡി വേണുക്കുട്ടൻ, കെ ജി ജിഷി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.